പോപ്പുലേഷൻ ഫോക്കസിംഗ് മെത്തേഡായ ലോജിസ്റ്റിക് കർവിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് നോക്കാൻ പോകുന്നത്. വേർലസ്റ്റിൻ്റെ ഇക്വേഷനായ log to the base e ps minus p whole divided by p minus log to the base e ps minus p naught by p naught. This is equal to minus k into ps into t. ഇതിൽ ps എന്ന് പറയുന്നത് സാച്ചുറേഷൻ പോപ്പുലേഷൻ ആണ്. p നോട്ട് എന്ന് പറയുന്നത് പോപ്പുലേഷൻ അറ്റ് ദ സ്റ്റാർട്ടിംഗ് ടൈം, p പോപ്പുലേഷൻ അറ്റ് എനി ടൈം t. നമുക്കറിയാം ലോജിസ്റ്റിക് കർവ് പോപ്പുലേഷൻ വേഴ്സസ് ടൈം വരച്ച് കഴിഞ്ഞ ഒരു എസ് ഷേപ്പാണ് വരിക. അപ്പോൾ ഈ പൊസിഷനിലുള്ള ഈ മാക്സിമം സാച്ചുറേറ്റഡ് പോപ്പുലേഷൻ ആണ്. സ്റ്റാർട്ടിങ്ങിലുള്ള p0 ആണ്. അറ്റ് എനി ടൈം അതിനെ നമ്മൾ സിംപ്ലി p ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അതിൻ്റെ വേരിയബിൾസ് എല്ലാം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ആ ഇക്വേഷൻ ഒന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. ലോഗ് ടു ദ ബേസ് ഇ പി എസ് മൈനസ് പി ബൈ പി മൈനസ് ലോഗ് ടു ദ ബേസ് ഇ പി എസ് മൈനസ് പി നോട്ട് ബൈ പി നോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു പി എസ് ഇൻറ്റു ടി. അതൊന്ന് സോൾവ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ലോഗ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ലോഗ് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ log to the base e ps minus p by p മൈനസ് ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ. സോ അടിയിലുള്ള ഡിനോമിനേറ്റർ ആയിട്ടുള്ള പി നോട്ട് ന്യൂമറേറ്റർ ആയിട്ട് മാറും. പി നോട്ട് ഡിവൈഡഡ് ബൈ പി എസ് മൈനസ് പി നോട്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു പി എസ് ഇൻറ്റു ടി. അഗെയിൻ ഈ ലോഗ് ഇൻവേഴ്സിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റാൻ പോവുകയാണ്. ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, ഇത് അഗെയിൻ ഞാൻ ഈ ഒരു പോർഷൻ ഞാൻ ബ്രാക്കറ്റിലുള്ള ഈ പോർഷൻ വീണ്ടും റീ അറേഞ്ച് ചെയ്യുകയാണ്. പി എസ് ബൈ പി മൈനസ് പി ബൈ പി ഇതിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തു. ഇൻറ്റു പി നോട്ട് ബൈ പി എസ് മൈനസ് പി നോട്ട്. ദിസ് ഈസ് ഈക്വൽ ടു ലോഗ് ഇൻവേഴ്സ് മൈനസ് കെ ഇൻറ്റു പി എസ് ബൈ ഇൻറ്റു ടി. ശരിയാണല്ലോ. ഇനി നമ്മൾ ഈ ബ്രാക്കറ്റിലുള്ള പി എസ് ബൈ പി ഇവിടെ വെച്ച് ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ മറു സൈഡിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ പി എസ് ബൈ പി, സോ ദിസ് ഈസ് ഈക്വൽ ടു നമ്മൾ ആദ്യം ഇത് ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. സോ ദറ്റ് വിൽ ബി ഈക്വൽ ടു പി എസ് മൈനസ് പി നോട്ട് ബൈ പി നോട്ട് ഇൻറ്റു ലോഗ് ഇൻവേഴ്സ് മൈനസ് കെ ഇൻറ്റു പി എസ് ഇൻറ്റു ടി. പിന്നെ ഇതും കൂടി മാറ്റണം അല്ലേ. അതിന് നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യും, പി ബൈ പി 1 ആണ്. സോ പി എസ് ബൈ പി ഈക്വൽ ടു 1 പ്ലസ് പി എസ് മൈനസ് പി നോട്ട് ബൈ പി നോട്ട് ഇൻറ്റു ലോഗ് ഇൻവേഴ്സ് മൈനസ് കെ ഇൻറ്റു പി എസ് ഇൻറ്റു ടി. ഇനി നമുക്ക് ഇതിൽ നിന്ന് പിയുടെ ഇക്വേഷൻ, അതായത് പോപ്പുലേഷൻ അറ്റ് എനി ടൈം ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും, പി എസ് ഈക്വൽ ടു സാച്ചുറേഷൻ പോപ്പുലേഷൻ പി എസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് പി എസ് മൈനസ് പി നോട്ട് by p naught into log inverse log to the base e log inverse minus k into ps into t. അപ്പോൾ ഇതൊരു വലിയ ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുകയാണ്. p is equal to ps by 1 plus m into log inverse log to the base e inverse minus കെ പി എസിന് പകരം നമ്മൾ എൻ കൊടുക്കുന്നു. ലോഗ് ടു ദ ബേസ് ഇ ഇൻവേഴ്സ് എൻ ടി. എം എന്ന് പറഞ്ഞാൽ പി എസ് മൈനസ് പി നോട്ട് ബൈ പി നോട്ട് ആണ്. എൻ എന്ന് പറഞ്ഞാൽ മൈനസ് കെ ഇൻറ്റു പി എസ് ആണ്. എം ഈസ് ഈക്വൽ ടു പി എസ് മൈനസ് പി നോട്ട് ബൈ പി നോട്ട് ആണ്. എൻ ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു പി എസ് ആണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്തിരിക്കുന്ന ഇക്വേഷനായിട്ട് മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ലോജിസ്റ്റിക് കർവിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇൻ സപ്പോസ് നമുക്ക് 3 കോൺസിക്യൂട്ടീവ് പെയേഴ്സ് ഓഫ് വാല്യൂസ് കിട്ടുവാണെങ്കിൽ വീണ്ടും ഇതിനെ നമ്മൾക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്ന. അപ്പോൾ ഇഫ് വി ഹാവ് 3 കോൺസിക്യൂട്ടീവ് അല്ലെങ്കിൽ 3 പെയേഴ്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ P0 P1 P2, അതായത് ഓരോ
അടുപ്പിച്ചുള്ള ഡിക്കേഡിലുള്ള വാല്യൂസ് അറിയാം, ഡിക്കേഡ്സിലെ പോപ്പുലേഷൻസ് അറിയാം. ലെറ്റ് ദാറ്റ് പോപ്പുലേഷൻ ബി P0, P1 ആൻഡ് P2. അപ്പോൾ അത് തമ്മിലുള്ള ഡിക്കേഡ്സിൻ്റെ ടൈം ഇൻ്റർവലും തന്നിട്ടുണ്ട്. T0 ആണെങ്കിൽ അടുത്ത T T1 ആണ്, അടുത്ത T2 എന്ന് പറയുന്നത് ട്വൈസ് ഓഫ് ദ പ്രീവിയസ് T ആണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സാച്ചുറേഷൻ പോപ്പുലേഷനും M എന്ന വാല്യൂവും N എന്ന വാല്യൂവും കണ്ടുപിടിക്കാനുള്ള എളുപ്പമുള്ള ഫോർമുലാസ് ആണ് താഴെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫോർമുലാസ് ഉപയോഗിച്ച് നമുക്ക് പോപ്പുലേഷൻ അറ്റ് എനി ടൈം T കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം തരുവാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യേണ്ടി വരും, ആ കോൺസിക്യൂട്ടീവ് പെയേഴ്സിലുള്ള രീതിയിലാണ് പ്രോബ്ലം തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ആ ഇക്വേഷൻ യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, PS കണ്ടുപിടിക്കാൻ പറ്റും. PS കണ്ടുപിടിച്ചതിന് ശേഷം M വാല്യൂ കണ്ടുപിടിക്കുക, M വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം N വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പോപ്പുലേഷൻ അറ്റ് എനി ടൈം നമുക്ക് തന്ന ചോദ്യത്തിലെ പോപ്പുലേഷൻ ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് PS ഡിവൈഡഡ് ബൈ 1 പ്ലസ് M ഇൻറ്റു ലോഗ് ടു ദ ബേസ് ഈ ലോഗ് ഇൻവേഴ്സ് NT ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പ്രോബ്ലം പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ദ ക്വസ്റ്റ്യൻ ഈസ് following is the population of a city as obtained from the census record. അപ്പോൾ 1919 റെക്കോർഡ്സിലെ പോപ്പുലേഷൻ തന്നിട്ടുണ്ട്, 2000 പോപ്പുലേഷൻ തന്നിട്ടുണ്ട്, 2010 പോപ്പുലേഷൻ തന്നിട്ടുണ്ട്. സോ വിത്ത് ദീസ് ഡീറ്റെയിൽസ് ഫൈൻഡ് ഔട്ട് ദി സാച്ചുറേഷൻ population in 2020 ആൻഡ് ദി ഇക്വേഷൻ ഓഫ് ലോജിസ്റ്റിക്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 1 by 1 ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് P0 ഐഡൻറ്റിഫൈ ചെയ്യണം. സോ വാട്ട് ഈസ് P0? P0 എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ പോപ്പുലേഷൻ വാല്യൂ ആണ്. സോ P0 ഈസ് ഈക്വൽ ടു 10,400. അപ്പോൾ ആ ടൈം പീരീഡിനെ ഞാൻ T0 ഈക്വൽ ടു 0 എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, അടുത്തത് P1 ആണ്. നമുക്ക് 3 ക്യാരക്ടറിസ്റ്റിക് പെയർ ആണ് P0, P1 ആൻഡ് P2. P1 എത്രയാണ്? 21,400. ആ ടൈമിനെ നമ്മൾ T ഈക്വൽ ടു T1 ആണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 10 years. അടുത്തത് P2 ആണ്. P2 ഈസ് ഈക്വൽ ടു 32,500 ആണ്. സോ ടൈം ഈസ് ഈക്വൽ ടു 2T ആണ്. സോ അല്ലെങ്കിൽ 2T1 ആണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 20 years. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? സാച്ചുറേഷൻ പോപ്പുലേഷൻ ആണ്. സാച്ചുറേഷൻ പോപ്പുലേഷൻ ഇക്വേഷൻ എന്താ? PS ഈക്വൽ ടു നമുക്ക് 3 ക്യാരക്ടറിസ്റ്റിക് പെയർ തന്നപ്പോഴുള്ള ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. സോ PS ഈക്വൽ ടു 2 ഇൻറ്റു P0 ഇൻറ്റു P1 ഇൻറ്റു P2 മൈനസ് P1 സ്ക്വയർ ഇൻറ്റു P0 പ്ലസ് P2 ഹോൾ ഡിവൈഡഡ് ബൈ P0 P2 മൈനസ് P1 സ്ക്വയർ. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വാല്യൂസ് കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ഞാനതിൻ്റെ കുറച്ച് കാൽക്കുലേഷൻസ് ഇവിടെ കാണിക്കാം. 1.44 ഇൻറ്റു 10⁻13 ആയിരിക്കും ഏകദേശമുള്ളൊരു വാല്യൂ, റൗണ്ട് ഓഫ് വാല്യൂ ആണ് പറയുന്നത്. 2 P0 P1 P2 ആ രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. P1 സ്ക്വയർ ഇൻറ്റു P0 പ്ലസ് P1 പ്ലസ് P2 എന്നുള്ളത് നിങ്ങൾക്ക് P0 പ്ലസ് P2 എന്നുള്ളത് നിങ്ങൾക്ക് 1.96 ഇൻറ്റു 10⁻13 കിട്ടും. ഇനി അടുത്തത് നിങ്ങൾക്ക് എന്താ? ഹോൾ ഡിവൈഡഡ് ബൈ P0 ഇൻറ്റു P2 മൈനസ് P1 സ്ക്വയർ. അത് നിങ്ങൾക്ക് ഏകദേശം ഒരു മൈനസ് വാല്യൂ കിട്ടുക 996 ഇൻറ്റു 10⁻4 എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. സിംപ്ലിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രയാണ് വാല്യൂ കിട്ടുന്നതെന്ന് നോക്കുക. അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് ഒരു 43,000 ആയിരിക്കും. നിങ്ങൾക്ക് എക്സാക്ട്ലി നോക്കുവാണെങ്കിൽ 43,182 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന പോപ്പുലേഷൻ. ചെയ്ത് നോക്കുക, എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. ഇനി പോപ്പുലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? 2020 പോപ്പുലേഷൻ കണ്ടുപിടിക്കണം. 2020 പോപ്പുലേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ M കണ്ടുപിടിക്കണം, N കണ്ടുപിടിക്കണം. അപ്പോൾ M ഉം N കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം M കണ്ടുപിടിക്കാൻ നോക്കുക. അപ്പോൾ M ഈക്വൽ ടു PS മൈനസ് P0 ബൈ P0 ആണ്. അപ്പോൾ PS എന്താണ്? 43182 പറഞ്ഞു അല്ലേ, മൈനസ് 10,400 ആണ് P0 ഹോൾ ഡിവൈഡഡ് ബൈ P0 10,400. അപ്പോൾ അത് കിട്ടുന്ന വാല്യൂ നിങ്ങൾക്ക് 3.152 ആയിരിക്കും. അത് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? N വാല്യൂ കണ്ടുപിടിക്കുക. N വാല്യൂയുടെ ഇക്വേഷൻ എന്താണ്? N വാല്യൂ ഈക്വൽ ടു 2.3 ബൈ T1 ഇൻറ്റു ലോഗ് ടു ദ ബേസ് 10 P0 ഇൻറ്റു PS മൈനസ് P1 ഹോൾ ഡിവൈഡഡ് ബൈ P1 ഇൻറ്റു PS മൈനസ് P0. അത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് N വാല്യൂ കിട്ടുക 0 again മൈനസ് 0.1129 ആണ്. N വാല്യൂ കിട്ടുക മൈനസ് 0.1129
1129 ആണ്. അതൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 2020 പോപ്പുലേഷൻ കണ്ടുപിടിക്കുക. 2020 പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 പോപ്പുലേഷൻ കണ്ടുപിടിക്കണം നമുക്ക്, പ്ലസ് നമുക്ക് ഇക്വേഷൻ ഓഫ് ലോജിസ്റ്റിക് കർവും കണ്ടുപിടിക്കണം. അപ്പോൾ P of 2020 this is equal to PS divided by 1 plus M into log inverse NT ആണ് അല്ലേ, log inverse NT. അപ്പോൾ M equal to നമുക്ക് 3.152 ആണെന്നറിയാം, N minus 0.1129 ആണെന്നറിയാം, PS 43182 ആണെന്നറിയാം. അപ്പോൾ ഇത് മൂന്നും ഇട്ട് കഴിഞ്ഞാൽ പോപ്പുലേഷൻ ഓഫ് 2020 this is equal to 43182 divided by 1 plus 3.152 into log to the base E of minus 0.1129. അപ്പോൾ ഈ ഇക്വേഷൻ ആണ് ഇക്വേഷൻ ഓഫ് ലോജിസ്റ്റിക് കർവ്. ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും, പോപ്പുലേഷൻ 39,024 കിട്ടും. അപ്പോൾ പോപ്പുലേഷൻ ഓഫ് 2020 നിങ്ങൾക്ക് 39,000 കിട്ടും. ചെയ്ത് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക.